Hello, hi everyone. So once again, welcome back to Crack with Jack YouTube Malayalam channel. Okay, so നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബാങ്കിങ് അവയർനെസ് ആണ്. അതായത് നിങ്ങൾക്ക് RRB PO മെയിൻസിനും അതുപോലെ തന്നെ ഇനി വിളിക്കാനിരിക്കുന്ന എക്സാമുകൾക്കൊക്കെ ഉപയോഗമുള്ള ഒരു ബേസിക് സെഷനാണ്. സോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ആൻഡ് യു നോ ദാറ്റ് ക്രാക്ക് വിത്ത് ജാക്കിൻ്റെ വീഡിയോ കോഴ്സും PDF കോഴ്സസും ഒക്കെ അവൈലബിൾ ആണ്. സോ വീഡിയോ കോഴ്സ് നിങ്ങൾക്ക് 999 രൂപയ്ക്കാണ്. മീഡിയം ഓഫ് ലാംഗ്വേജ് തമിഴാണ്. സോ നിങ്ങൾക്ക് തമിഴ് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PDF കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവൈൽ ചെയ്യാം. 449 റുപ്പീസ് നിങ്ങൾക്ക് PDF കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന ബാങ്കിങ് അവയർനെസ്സിൻ്റെ വീഡിയോ കോഴ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെറും 150 രൂപയ്ക്ക് നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. PDF കോഴ്സ് ആണെങ്കിൽ 199 രൂപയ്ക്കും. ഓക്കെ, സോ നിങ്ങൾ സ്നേഹ 10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾക്കൊരു റോയൽ പാസ് അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് എൻ SS പാസ് ടു യൂസ് ഓൾ CWG പാക്കേജസ് ഫോർ 2 years. അത് നിങ്ങൾക്ക് 1299 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിച്ച് ബാങ്ക് ഇസ് കൺസിഡേർഡ് ആസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് അവർ കൺട്രി? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് അവർ കൺട്രി. യു നോ ദാറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 it was founded in 1935 according to RBI Act 1934. So commission നിങ്ങൾക്കറിയാം ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ് RBI ഫോർമേഷന് നേതൃത്വം നൽകിയത്. ഓക്കെ, സോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ വാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തത് January 1, 1949 ആണ്. സോ അതിനു മുമ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓണർഷിപ്പ് വാസ് ഫോർ നോൺ ഗവൺമെൻറ് ഷെയർ ഹോൾഡേഴ്സ്. സോ ഇറ്റ് വാസ് നാഷണലൈസ്ഡ് ഓൺ January 1, 1949. Who is responsible for printing of currency note and managing the supply of money? Reserve Bank of India ആണ്. They are responsible for printing of currency note and managing the supply of money in the Indian economy. Then which among the following is not the function of RBI? Controller of credit. Money related എന്തും RBIയുടെ കൺട്രോളിലാണ് വരിക. സോ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ഇസ് കറക്റ്റ്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കേഴ്സ് ബാങ്ക് ആണ്. നോട്ട് ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ റെഗുലേറ്റർ ആൻഡ് സൂപ്പർവൈസർ ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം ആണ്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ദി കൺട്രോളർ ഓഫ് റിക്രൂട്ട്മെന്റ് സോഴ്സ്. ഒരു റിക്രൂട്ട്മെന്റ് സോഴ്സിന്റെ കൺട്രോളറും ഒന്നുമല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് ഓൺലി റിലേറ്റഡ് ടു മണി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Except which denomination currency RBI issue currency note? So RBI currency note issue ചെയ്യുന്ന എല്ലാ currency note issue ചെയ്യും except 1 rupee. So except 1 rupee RBI എല്ലാ കറൻസീസും ഇഷ്യൂ ചെയ്യും, കോയിൻസും നോട്ട്സും ഒക്കെ. സോ 1 rupee നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. സോ ഇതും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. 1 rupee നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. സോ ഇനി ഇതിൽ അവരുടെ മിൻറ്റിംഗ് read that about regarding minting of coin ഒരു വൈഡ് ടോപ്പിക് തന്നെയാണ്. സോ മിൻറ്റിങ്, കറൻസി മിൻറ്റിങ്. സോ നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് കറൻസി മിൻറ്റിങ് മാത്രമായിട്ടൊരു സെഷൻ എടുക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഇത്ര പഠിച്ചു വെക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കറൻസി നോട്ട്സും കോയിൻസും ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ എക്സെപ്റ്റ് 1 rupee ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. Prior to when did the principle of note issue of RBI was based on proportional reserve system? ഓക്കെ, അതായത് 1956 മുമ്പ് നോട്ട് ഇഷ്യൂ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പ്രിൻസിപ്പിൾ പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം ആണ്. പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് RBIയുടെ റിസർവ് സിസ്റ്റം ഉണ്ടായിരിക്കും. RBIയുടെ റിസർവ് എമൗണ്ടിൽ 2/5 നോട്ട് ലെസ് ദാൻ 2/5 ഓഫ് ദി എമൗണ്ട് എന്ന് പറയുന്നത്, റിസർവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഗോൾഡ് റിസർവ് ആയിരിക്കണം. ആൻഡ് ദ റെസ്റ്റ് റുപ്പി കോയിൻസ്, ഫോറിൻ കറൻസീസ് ഒക്കെ ആവാം. സോ 2/5 നോട്ട് ലെസ് ദാൻ 2/5 ദാറ്റ് ഇസ് നോട്ട് ലെസ് ദാൻ 40 crores എന്തായിരിക്കണം, ഗോൾഡ് കോയിൻ, ഗോൾഡ് റിസർവ് ആയിരിക്കണം. ഓക്കെ, സോ ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം എന്ന് പറയുന്നത്. പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. What is the name of the system replaced after proportional reserve system? So 1956 ശേഷം നമ്മൾ നോട്ട് ഇഷ്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൻ്റെ പേര് മിനിമം റിസർവ് സിസ്റ്റം എന്നാണ്. മിനിമം റിസർവ് സിസ്റ്റം എന്നാണ്. സോ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മിനിമം റിസർവ് സിസ്റ്റം ആണ്. സോ അതിൽ നോട്ട് ലെസ് ദാൻ 115 crore എന്തായിരിക്കണം, ഗോൾഡ് കോയിൻ ആയിരിക്കണം, ഗോൾഡ് വർത്ത് ആയിരിക്കണം, വർത്ത് ഓഫ് ഗോൾഡ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് അതിൽ
ഓക്കെ, സോ എന്തായിരിക്കണം, മിനിമം അതിൽ 200 കോടി ആയിരിക്കണം നമ്മുടെ മിനിമം RBI റിസർവ് എന്ന് പറയുന്നത്. സോ അതിൽ 115 കോടി ഗോൾഡിലായിരിക്കണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. സോ മിനിമം റിസർവ് സിസ്റ്റം, വാട്ട് ഇസ് ദ മിനിമൽ വാല്യൂ ഓഫ് മിനിമം റിസർവ് സിസ്റ്റം നമ്മളിപ്പോൾ പറഞ്ഞു, 200 കോടി രൂപയായിരിക്കണം. ഒരു മിനിമം RBIയുടെ കയ്യിലുണ്ടായിരിക്കുന്ന മിനിമം റിസർവ് എന്ന് പറയുന്നത് എത്രയാണ്? 200 കോടിയാണ്. ഓക്കെ, the minimum reserve which requires the RBI to keep a minimum reserve of 200 crore comprising foreign currency ആവാം, ഗോൾഡ് കോയിൻ ആവാം, ഗോൾഡ് ബുള്ളിയൻ ആവാം. പക്ഷെ മിനിമം ഓഫ് 115 കോടി എന്തായിരിക്കണം? ഇൻ ദി ഫോം ഓഫ് ഗോൾഡ് ആയിരിക്കണം. സോ വർത്ത് ഓഫ് വാല്യൂ ഓഫ് ഗോൾഡ് ഇൻ മിനിമം റിസർവ് സിസ്റ്റം 115 crore. Through the sale of what does the short term credit is obtainable? ട്രഷറി ബില്ലാണ്. ട്രഷറി ബിൽ. ഓക്കെ, സോ ട്രഷറി ബിൽ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണി ബോറോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. സോ അത് രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് മണി ബോറോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം, ദാറ്റ് ഈസ് മണി മാർക്കറ്റ്, and the other one is capital market. ലോങ് ടേം ഫണ്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. സോ ഇത് ഇഷ്യൂ ചെയ്യുന്നത് സെബി ആണ്. ഓക്കെ, സോ നമുക്ക് ഇന്ന് മണി മാർക്കറ്റ് കുറച്ച് പഠിക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സോ മണി മാർക്കറ്റ് ലെസ് ദാൻ 1 ഇയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഫണ്ട്, സോ അതിനെയാണ്, അല്ലെങ്കിൽ റേസ് ചെയ്യുന്ന ഇഷ്യൂ ചെയ്യുന്നത് ആണെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി ടൈം ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ ദാറ്റ് ഇസ് മണി മാർക്കറ്റ്, മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ അത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഓക്കെ, സോ ട്രഷറി ബില്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഫണ്ടിന് കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും അല്ലേ. സോ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യും, ഒരു പ്രോമിസറി നോട്ട്. ഓക്കെ, ഒരു പ്രോമിസറി നോട്ട്, അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഇത് തിരിച്ചു തരും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഇഷ്യൂ ചെയ്യുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളോട് ചോദിക്കുക ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ്. ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് മിനിമം എത്ര എമൗണ്ട് വരെ ഇഷ്യൂ ചെയ്യാം? മിനിമം നിങ്ങൾക്കൊരു 25,000 രൂപ എന്ത് ചെയ്യാം? ട്രഷറി ബില്ലിലൂടെ നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാം. സോ മാക്സിമം എന്ന് പറയുന്നത് ദ മൾട്ടിപ്പിൾസ് ഓഫ് 25,000 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്യാം. ഓക്കെ, സോ പ്രോമിസറി നോട്ടാണ്. സോ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യാം. അതായത് ഒന്ന് 91 ഡേയ്സ്, 182 ഡേയ്സ് ആൻഡ് 364 ഡേയ്സ് എന്ന രീതിയിൽ. അതായത് ഹാഫ് ഇയർലി, ക്വാർട്ടർലി, ഇയർലി ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് ആണ് ദി ആക്ട് ആസ് ബാങ്കർ ടു ദി ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിന് എന്തെങ്കിലും പൈസ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എ ബാങ്കർ. അവർക്ക് എന്ത് ചെയ്യാം? ഡിവിഡൻഡ് ഒക്കെ ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറൻസി ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഫോറിൻ റിസർവ് എക്സ്ചേഞ്ചുകൾ കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഫോറിൻ റിസർവ്സിൻ്റെ കസ്റ്റഡിയൻ ആരുടെ കയ്യിലാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. Who manages the public debt of the country? Government. RBI manages the public debt of the government. Who acts as the representative of the government in the International Monetary Fund? So International Monetary Fund inde നമ്മുടെ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, സെൻട്രൽ ബാങ്ക് ആണ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Which section of RBI Act facilitates the RBI to act as a lender of last resort? Section 18 facilitates the RBI to act as a lender of last resort. If there is no any other means, നമുക്ക് എന്ത് ചെയ്യാം? RBIയുടെ കയ്യിൽ നിന്ന് മണി ബോറോ ചെയ്യാം. ഇതാണ് ആ സെക്ഷൻ, ആ റൂൾസ് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 18. Which section of the RBI Act enables RBI to do banking business such as accepting deposit without interest from any person? Section 17. So അതിനും സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. തൽക്കാലം നിങ്ങൾ എന്ത് പഠിച്ചു വെച്ചാൽ മതി? ആ സെക്ഷൻ ഏതാ എന്നുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, which section of the RBI Act states the list of business which the RBI may not transact?
ഏതാണ്? സെക്ഷൻ 19 ആണ്. RBI ട്രാൻസാക്ട് ചെയ്യാത്ത ബിസിനസ്സിനെ കുറിച്ച് പറയുന്നത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 19 ആണ്. From whom does NBFC obtain certificate of registration? കോപ്പറേറ്റീവ് ബാങ്ക് ആയിക്കോട്ടെ, NBFC ആയിക്കോട്ടെ, ഏത് ബാങ്ക് ആയിക്കോട്ടെ, അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ RBI, they will get certificate of registration from RBI. Okay. Which section of the RBI Act confers the RBI with the sole right to issue bank notes in India? ഇത് important ആണ്. Section 22 of the RBI Act ആണ് confers the power to RBI to issue bank notes in India. Okay. Section 22. Which section casts a responsibility on the RBI to focus towards achieving financial literacy in the country? Section 25A casts a responsibility. Section 26A casts a responsibility to focus towards achieving financial literacy in the country. 26A. With whom does the regulation and supervision of urban cooperative bank is entrusted? Cooperative bank ആയിക്കോട്ടെ, NBFC ആയിക്കോട്ടെ, the regulation and supervision is entrusted with Reserve Bank of India. Who recommended the creation of Central Bank of India? നമ്മൾ പഠിച്ചു, ഹെൽട്ടൺ ഇൻ കമ്മീഷൻ്റെ ആണ് recommended the creation. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു വന്നത്. അക്കോർഡിംഗ് ടു ആക്ട് 1934, ഹെൽട്ടൺ ഇൻ കമ്മീഷൻ. ഓക്കെ. Which of the following institutes are established by Reserve Bank of India? ഈ കാണുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും എക്സ്റ്റാബ്ലിഷ് ചെയ്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അത് ഓരോന്നായി പഠിച്ചു വെക്കുക. ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് റിസർച്ച്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി, ഹൈദരാബാദ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ്, all of this. Okay, so all of these. Who works as the agent of RBI while it has no office on its own? അതായത് RBIക്ക് പകരം അവരുടെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബാങ്ക് അല്ല, ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. വേർ ഇറ്റ് ഹാസ് നോ ഓഫീസ് ഓഫ് ഇറ്റ്സ് ഓൺ, അവരുടെ ഓഫീസ് ഇല്ലാത്ത സ്ഥലത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് RBIയുടെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. To whom does RBI provides ways and means advances? Ways and means advances എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പേയ്മെന്റ്സിൽ അല്ലെങ്കിൽ റെസിപ്റ്റ്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പം ലോൺ കൊടുക്കുന്ന സ്ഥലത്തോ എന്തെങ്കിലും ഒരു മിസ്മാച്ച് അല്ലെങ്കിൽ പേയ്മെന്റ് മിസ്മാച്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് RBI എന്ത് ചെയ്യാം? അഡ്വാൻസ് തരും. അതിനെയാണ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ 90 ഡേയ്സിനാണ് മേടിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഇൻട്രസ്റ്റ് റേറ്റ് റിപ്പോ റേറ്റ് ആയിരിക്കും അതിന് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് കൊടുക്കുന്നത് ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്സിനാണ് RBI വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് കൊടുക്കുക. ഓക്കെ. സ്റ്റേറ്റ് ഗവൺമെന്റ്. Who was the first Indian governor of RBI? First Indian governor of RBI DC ദേശ്മുഖ് ആണ്. ഫസ്റ്റ് വുമൺ ഗവർണർ KG ഉദ്ദേശ്യാണ് ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതും കൂടിയും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ. Where is the headquarter of Reserve Bank of India? Reserve Bank of Indiaയുടെ ഹെഡ്ക്വാർട്ടർ മുംബൈ, മഹാരാഷ്ട്രയാണ്. അതായത് എക്സ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ഇത് എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. 1937 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ഓഫീസ് എവിടേക്ക് മാറ്റി? മുംബൈയിലേക്ക് മാറ്റി. How many regional representatives are there for RBI? There are 4 regional representatives. Okay, regional representatives 4 പേരാണ്. നോർത്ത് ഇൻ ന്യൂഡൽഹി, സൗത്ത് ഇൻ ചെന്നൈ, ഈസ്റ്റേൺ കൊൽക്കത്ത ആൻഡ് വെസ്റ്റേൺ മുംബൈ. 4 regional representatives ആണ് RBIക്ക് ഉള്ളത്. ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഹു അപ്പോയിന്റ്സ് ദ ഗവർണർ ഓഫ് RBI? സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഡെപ്യൂട്ടി ഗവർണേഴ്സിനെയും അതുപോലെ തന്നെ RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ. വെൻ വാസ് ദ ഡെസിമൽ സിസ്റ്റം ഓഫ് കറൻസി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ? ഡെസിമൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1957. നിങ്ങൾക്ക് 1956 ശേഷമാണ് മിനിമം റിസർവ് സിസ്റ്റം വന്നത്. അതുപോലെ തന്നെ 1957 ഡെസിമൽ സിസ്റ്റം ഓഫ് കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. Which of the following sentences is not correct? RBI was nationalized on 1st January 1935. RBI's headquarters is in Delhi. RBI is the custodian of foreign exchange in India. RBI has 4 deputy governors. All are correct. Answer is RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡൽഹിയിലല്ല. ഇറ്റ് ഈസ് ഇൻ മുംബൈ, മഹാരാഷ്ട്ര. ഓക്കെ. ഓക്കെ. സ്കീംസ് കമ്മിറ്റീസ് ക്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെഷൻ നമുക്ക് എന്ത് ചെയ്യാം?
കവർ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്